ഹായ്, വെൽക്കം ടു നിഷാസ് ഡ്രീംസ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പം ഇന്ന് എൻ്റെ ഒരു ഹാഫ് ഡേ റുട്ടീനാണ് കേട്ടോ. ഒരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോ പ്ലസ് ലഞ്ച് കോംബോ. അപ്പോൾ ഇങ്ങനെ കോംബോ ആയിട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്താ ലഞ്ചിന് എന്താന്ന് ആലോചിക്കുന്നത് കുറച്ച് ഈസി ആക്കാമല്ലോ എന്നാണ് എൻ്റെ ഒരു വിചാരം. ഞാനിങ്ങനെ വീഡിയോസ് ഇടുമ്പോഴത്തേക്കും രാവിലെ എഴുന്നേറ്റ് ഇപ്പം കുറച്ച് നാളായിട്ട് ഒരു 2 ആഴ്ചയായിട്ട് ഈ ഒരു ഡ്രിങ്കാണ് കുടിക്കുന്നത് കേട്ടോ. ഒരു 2 പേർക്ക് എനിക്ക് മുരളിയേട്ടനും 2 ഗ്ലാസ് വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്തോട്ട് ഇഞ്ചി ചതച്ചതിട്ടു. പിന്നെ ഇപ്പം ഇട്ടിരിക്കുന്നത് കറിവേപ്പില പ്ലസ് ഉലുവ പിന്നെ ചെറിയ ജീരകം. ഈ ഇഞ്ചി കോൺസ്റ്റൻ്റ് ആണ്, ഇഞ്ചിയും മഞ്ഞൾപ്പൊടിയും കോൺസ്റ്റൻ്റ് ആണ്. അതിനകത്ത് ഇടുന്ന ഉലുവ ചെറിയ ജീരകം മാത്രം ഞാൻ ഓരോ ദിവസം ഓരോന്ന് പട്ട ഗ്രാമ്പൂ ഇടും, അല്ലെങ്കിൽ ഇതേപോലെ ഉലുവ ചെറിയ ജീരകം ഇടും. അത് മാത്രം എല്ലാ ദിവസവും സെയിം ആയിരിക്കത്തില്ല. ബാക്കി ഇഞ്ചിയും മഞ്ഞൾപ്പൊടിയും കോൺസ്റ്റൻ്റ് ആണ്. അതേപോലെ കറിവേപ്പിലയും മറ്റേ ഇൻഗ്രീഡിയൻസ് ഒക്കെ മാറിക്കൊണ്ടിരിക്കും. ഇഞ്ചി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗട്ട് ഹെൽത്തിന് നല്ലതാണ്. അപ്പം ഞാൻ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് പോയപ്പോഴത്തേക്കും എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കഴിക്കാനുള്ള മെഡിസിനകത്തും ഡോക്ടർ എല്ലാ ഉച്ചക്കത്തേക്കും രാത്രിയിലത്തേക്കുമുള്ള ഫുഡിൻ്റെ മുന്നേ ഇഞ്ചിയും കറിവേപ്പിലയും കൂടെ ചതച്ച് അതിൻ്റെ നീര് കുടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ആ ഒരു മാസം ആ പഥ്യം കഴിഞ്ഞപ്പോൾ ഞാനത് പരിപാടിയൊക്കെ നിർത്തി. അപ്പം ഞാൻ വിചാരിച്ചു വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ വണ്ണം വെച്ചത് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന് എനിക്ക് തന്നെ തോന്നി. ഞാൻ വീണ്ടും ആ ഇഞ്ചിയൊക്കെ റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ആ പരിപാടി തുടങ്ങിയത്. പിന്നെ എനിക്ക് സൈഡിൽ കൂടെ ഫുഡ് പോയാൽ വണ്ണം വെക്കുന്ന കൂട്ടത്തിലാണ്. അപ്പം ഞാനും വിചാരിച്ചതൊന്ന് കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെയാണ്. അപ്പം മുരളിയേട്ടന് ഞാൻ എന്ത് ചെയ്താലും അത് മുരളിയേട്ടൻ വേണം, എനിക്കും എന്ന് പറയുന്നതാണ്. അപ്പം ഞാൻ ഒരാഴ്ച ഞാൻ കുടിച്ചു, ഈ ആഴ്ചയുടെ മുരളിയേട്ടൻ വേണമെന്ന് പറഞ്ഞു. അപ്പം ഉലുവയൊക്കെ മുരളിയേട്ടൻ തന്നതാണ്. മുരളിയേട്ടൻ ഈ ഷുഗർ കുറച്ച് ബോർഡർ ലെവലാണ്, മുരളിയേട്ടനും കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. പയറ് കറി പ്ലസ് ഓട്സ് പുട്ട്. ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു പയറ് കറിയാണ്. അപ്പം പയറ് കഴുകി എടുത്തു, കുതിർത്തിട്ടൊന്നുമില്ല. അതിൻ്റെ കൂടെ ചെറിയ ഉള്ളി ഒരു 4-5 എണ്ണം, വെളുത്തുള്ളി പച്ചമുളക്, ഇത്രയാണ് വേവിക്കുന്നത്. അപ്പം 5-6 ചെറിയ ഉള്ളി, 2-3 പച്ചമുളക്, വെളുത്തുള്ളി ഒരു 3-4 എണ്ണം, മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് വെള്ളവും വെച്ചിട്ട് പയറിൻ്റെ വേവ് അനുസരിച്ച് ഒരു 7 to 10 മിനിറ്റ്സ് വെള്ളം ഒഴിച്ചിട്ട്, ഞാൻ ഉപ്പിടുന്നില്ല, ഇപ്പം വേവിക്കാൻ വെക്കണം. കുക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ, കുതിർത്ത് വെച്ചിട്ടില്ല. അപ്പം അത് വേവുന്ന സമയത്ത് ഓട്സ് പുട്ടുപൊടിയായിട്ട് തന്നെ മേടിച്ചതാണ് കേട്ടോ. ഓട്സ് വേണമെങ്കിൽ അല്ലാതെ നമുക്ക് ഓട്സ് പൊടിച്ചിട്ട് നനച്ചെടുക്കുകയും ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഓട്സ് പുട്ടുപൊടി കണ്ടുകൊണ്ട് അങ്ങനെ തന്നെ എളുപ്പമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് മേടിച്ചതാണ്. മറ്റേ പുട്ടുപൊടിയെക്കാട്ടിലും കുറച്ച് വെള്ളം അധികം വേണ്ട, പെട്ടെന്ന് കട്ടയാവുന്നുണ്ട്. അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഓട്സ് പുട്ടുപൊടിയായിട്ട് ഉണ്ടാക്കുന്നത്. ഓട്സ് പുട്ടേ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഓട്സ് ഉപ്പുമാവ്, ഓട്സ് സ്മൂത്തി, ആ വക സാധനങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. ഓട്സ് പുട്ട് ഫസ്റ്റ് ടൈമാണിത്. അപ്പം കുഴച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് വേഗം കട്ട കിട്ടുന്നുണ്ടായിരുന്നു. അപ്പം വളരെ കുറച്ച് വെള്ളം മതി. പക്ഷേ ഇതിനകത്ത് ഇങ്ങനെ സാധാരണ എനിക്ക് മേടിക്കും, ഇതിപ്പോൾ ഞാൻ നിറവറയുടെ ആയിരുന്നു, കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ഓട്സ് പുട്ടുണ്ടാക്കിയിട്ടും കുഴപ്പമില്ലായിരുന്നു പുട്ടുപൊടി. അപ്പം ഇങ്ങനെ ഭയങ്കര ഈ ചില പുട്ടുപൊടിയൊക്കെ നമ്മൾ കുഴയ്ക്കുമ്പോഴത്തേക്കും ഡബിളായി വരുമല്ലോ. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് അതിനകത്ത് അവർ എന്തൊക്കെ കണ്ടന്റ് ചേർത്തിട്ടാണ് അങ്ങനെ മറ്റേ സോഡാപ്പൊടിയോ എന്തൊക്കെയോ ചേർക്കുന്നുണ്ടാവും. പക്ഷേ ഇത് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. ഒറിജിനൽ ഓട്സ് തന്നെ ആയിട്ട് തോന്നി, ഒന്നും വലിയ കുഴപ്പമില്ലായിരുന്നു. ഈ ഗ്ലാസ് കണ്ടോ, നന്ദുവിൻ്റെ ഗ്ലാസ് കേട്ടോ. ഇത് ഞാൻ ഇത് ഒഴിക്കുമ്പോഴത്തേക്ക് നിങ്ങളിപ്പോൾ കണ്ടോണ്ട് ഇത് പ്ലെയിൻ ഗ്ലാസ് അല്ലേ. ഇതിപ്പോൾ അതിനകത്ത് ഫോട്ടോ തെളിഞ്ഞ് വരും. എൻ്റെയും പിള്ളേരുടെയും പിന്നെ നന്ദുവിൻ്റെ ഫോട്ടോയാണ് ഓരോ സൈഡിലും. ഞാൻ കോക്കനട്ട് തേങ്ങാപ്പാലാണ് നമ്മൾ ഇത് പയറുകറിക്കാണ്. തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാം, 1-ാം പാല് വേണം. അതിന് പകരം ഞാൻ കോക്കനട്ട് മിൽക്ക് പൗഡറാണ് എടുക്കുന്നത്. അപ്പം ഒരുവിധം കട്ടിപ്പാല് വേണം. ഒരു 4-5 ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്ക് പൗഡർ നല്ല തിളച്ച വെള്ളത്തിൽ ചേർത്ത് കലക്കിയെടുക്കുക. ഞാൻ എളുപ്പപ്പണിക്ക് എപ്പോഴും ഈ കോക്കനട്ട് മിൽക്ക് പൗഡർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ ഇങ്ങനെ നല്ലതായിട്ട് തോന്നിയിരുന്നാൽ മാത്രം, ഭയങ്കര ടേസ്റ്റ് വേണം എന്നൊക്കെ തോന്നിയാൽ മാത്രം തേങ്ങ എടുത്ത് പാല് പിഴിഞ്ഞ് ഒക്കെ ചെയ്യും. ഇതിപ്പം പെട്ടെന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊന്നും ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യാറില്ല. കോക്കനട്ട് മിൽക്ക് പൗഡർ ഇരിപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങനെ ചെയ്യും കേട്ടോ. എനിക്ക് കുറച്ച് നാളായിട്ട് കുറച്ച് സുഖമില്ലാതിരിക്കും. എപ്പോഴും ഈയിടെയായിട്ട് എനിക്ക് അസുഖം വരുന്നുണ്ട്, ത്രോട്ട് ഇൻഫെക്ഷൻ. ഇപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നല്ല കഫവും ചുമയൊക്കെ ആയിട്ടിരിക്കുകയാണ്. എനിക്ക് കഴിഞ്ഞ് അധികം നാളായിട്ട് വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ 2-3 മാസമായിട്ട് അടുപ്പിച്ച് അസുഖം വന്നുകൊണ്ടിരിക്കുക. മാസത്തിലൊരിക്കലും പറഞ്ഞിട്ടോളം വരുന്നുണ്ട്. അപ്പം ആകെ ടയർഡായിട്ടിരിക്കുകയാണ്. അപ്പം പെട്ടെന്ന് ഉണ്ടാക്കുക. അതുകൊണ്ടാണ് വീഡിയോയുടെ ഫ്രീക്വൻസിയും കുറച്ച് കുറയുന്നത്. പിന്നെ പയറ് വെന്ത് കഴിഞ്ഞിട്ട് ഈ തേങ്ങാപ്പാൽ കോക്കനട്ട് മിൽക്ക് അത് തന്നെ തേങ്ങാപ്പാൽ ചേർക്കുക. അത് വെള്ളം കുറഞ്ഞു പോയെന്ന് തോന്നുകയാണെങ്കിൽ ഇച്ചിരി തിളച്ച വെള്ളം ചേർക്കണം, നോർമൽ പച്ചവെള്ളം ചേർക്കണ്ട.
നല്ല ചൂടുവെള്ളം ചേർക്കുക, ഉപ്പ് ചേർക്കുക, പിന്നെ ഫ്ലെയിം വീണ്ടും ഓൺ ചെയ്യുക, ലോ ഫ്ലെയിമിലിടുക. കാരണം തേങ്ങാപ്പാലാണല്ലോ. ലോ ഫ്ലെയിമിലിട്ട് ഉപ്പൊക്കെ ചേർത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് തിള വരുമ്പോഴത്തേക്കും ഓഫ് ചെയ്യാം. പിന്നെ കടുകും ചെറിയ ജീരകവും കറിവേപ്പിലയും കൂടെ പൊട്ടിച്ച് ചേർക്കുക. ചെറിയ ജീരകം വേണേ, പെരുംജീരകം വേണമെങ്കിൽ ചേർക്കാം, വേണമെന്നില്ല, ചെറിയ ജീരകം ഇട്ടാൽ മതി. പിന്നെ ഇത്രേ ഉള്ളൂ, ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല എളുപ്പത്തിലുള്ള പയറുകറിയല്ലേ, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് പുട്ടിൻ്റെ കൂടെ നല്ലതാണ്. പിന്നെ ഇടിയപ്പം അങ്ങനത്തെ സംഭവങ്ങൾ ഞാൻ സ്ഥിരം പുട്ടിൻ്റെ കൂടെ ഉണ്ടാക്കുന്നതാണ്. ഇത് ഓട്സ് പുട്ടും നന്നായിട്ട് വന്നു. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പക്ഷേ ഓട്സ് അല്ലേ, നമുക്ക് ഈ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഓട്സ് സ്മൂത്തി ആയിട്ടും മറ്റേ ഓവർനൈറ്റ് ഓട്സും ഒക്കെ കഴിക്കുന്നതല്ലേ എല്ലാവരും. ഇതാകുമ്പം നല്ല പ്രോട്ടീനുമാണ്. ഓട്സ് പുട്ടും പയറുകറി എന്ന് പറയുമ്പോൾ ഞാൻ നോക്കിയപ്പം നല്ല പ്രോട്ടീൻ സംഭവമാണ്. എനിക്ക് കറുത്ത കടല കഴിച്ചാൽ വെയിറ്റ് കൂടും. അപ്പം എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുള്ളത് എപ്പോഴും പയർ. നമ്മുടെ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ശരീരത്തിന് ഇപ്പം ഡയറ്റ് പറയുമ്പോഴത്തേക്കും അവരവരുടെ ശരീരം അവരവർ മനസ്സിലാക്കി ചെയ്യണം അല്ലേ. അപ്പം നിങ്ങളുടെ ശരീരത്തിന് എന്താണെന്ന് അനലൈസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. എനിക്ക് കുറേ സാധനങ്ങൾ ഇങ്ങനെ വെയിറ്റ് കൂടുന്നുണ്ട്. കറുത്ത കടല വെയിറ്റ് കൂടും, അങ്ങനെ ചില സംഭവങ്ങളുണ്ട്. പയർ കുഴപ്പമില്ല. പക്ഷെ പിന്നെ ലഞ്ചിന് ഇന്നൊരു ഈസി റൈസാണ്. ബ്രൊക്കോളി. മുരളിയേട്ടൻ കുറച്ച് നാളായിട്ട് പറയുന്നത് മുരളിയേട്ടൻ പോഷകാഹാരം കൊടുക്കുന്നില്ല എന്ന്. അപ്പം ഇന്ന് വിചാരിച്ചു ഞാൻ പോഷകാഹാരം കൊടുക്കുകയെന്ന്. ഈ ലൈറ്റ് ഇങ്ങനെ മിന്നുന്നു കുറച്ച് നാളായിട്ട്, അത് ഇതുവരെ ശരിയാക്കിയിട്ടില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മിന്നുമ്പോൾ ഇപ്പം അങ്ങനെ ഞാൻ ഇട്ടേക്കും. മുരളിയേട്ടൻ അത് കാണുമ്പോഴെങ്കിലും ഒന്ന് നന്നാക്കി നാളെ വിളിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ചുമ്മാ പറഞ്ഞു കേട്ടോ. അപ്പോൾ ബ്രൊക്കോളി ഇച്ചിരി മഞ്ഞൾപ്പൊടിയും വിനീഗറും സോഡാപ്പൊടിയും ഇട്ട് തിളച്ച വെള്ളത്തിൽ വെച്ചിട്ടുണ്ട്, അതിൻ്റെ വേംസ് ഒക്കെ ഇത് പോകാൻ. ആ സമയത്ത് ബസ്മതി റൈസ് ഒരു 1/4 കപ്പ് തിളച്ച വെള്ളത്തിൽ വേവിക്കാൻ വെച്ചു. വേവുന്നതിൻ്റെ കൂടെ തന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക, ജാതിപത്രി ഇട്ടാണ് ബസ്മതി റൈസ്, നമ്മൾ ബിരിയാണിക്ക് ചെയ്യുന്നാലും ബസ്മതി റൈസ് വേവിക്കുന്നത്. ഈ റൈസ് പകുതി വെന്ത് വരുമ്പോഴത്തേക്കും ഇപ്പോൾ ഒരു 8 മിനിറ്റ്സ് വേണമെന്ന് വെച്ചോ റൈസ് വേകാനായിട്ട്. അപ്പോൾ ഒരു 4 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ കൂടെ ഗ്രീൻ പീസ്, അത് ഫ്രഷ് ഗ്രീൻ പീസ് ആണ്, ഫ്രോസൺ ആയാലും മതി. അപ്പം അതും കൂടെ ഇട്ട് വേവിക്കാനായിട്ട് അടച്ചു വെക്കണം. അപ്പം അത് ഒരു 8 മിനിറ്റ്സ് കഴിയുമ്പോൾ അത് സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെക്കണം. ഗ്രീൻ പീസ് വെന്തിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ബ്രൊക്കോളി മറ്റേ തിളച്ച വെള്ളത്തിലിട്ട് വെച്ചിരുന്നില്ല, അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണം. ഇങ്ങനെ ചെറിയ ഫ്ലോററ്റ്സ് ആയിട്ട്, ഒത്തിരി ചെറുതാക്കണ്ട, ഒരു ചെറിയ മീഡിയം സൈസ് ഫ്ലോററ്റ്സ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കണം. ഇത് ഞാനൊരു ഗ്രീൻ റൈസ് ആണ്, ഒരു പോഷകാഹാരം എന്ന് പറഞ്ഞല്ലോ. അപ്പം നല്ലൊരു ഹെൽത്തി റൈസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ഒരു ഗ്രീൻ റൈസ് എന്ന് വേണമെങ്കിൽ പേരിടാം. അപ്പം ഇതിനകത്ത് ഗ്രീൻ പീസ് ഉണ്ട്, ബ്രൊക്കോളി ഉണ്ട്. ബ്രൊക്കോളി ഒന്നും നമുക്ക് എല്ലാ ഒരു വീക്ക്ലി വൺസ് ഒക്കെ കഴിക്കാൻ പറ്റിയാൽ നല്ലതാണ്. പക്ഷെ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു സാധനമല്ലേ. അപ്പം ഞാനങ്ങനെ 2-3 ആഴ്ചയിൽ ഒരിക്കലൊക്കെ മേടിക്കാൻ ശ്രമിക്കും, ഇല്ലെങ്കിൽ മാസത്തിലൊന്നെങ്കിലും മേടിക്കാൻ ശ്രമിക്കും. അങ്ങനെ ഞാൻ ഓർത്തൊന്നും മേടിക്കത്തില്ല, കാണുമ്പോൾ മേടിക്കും, അങ്ങനെയൊക്കെ ചെയ്യത്തുള്ളൂ കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ വേണ്ടത് സവോളയാണ്. ഒരു സവോള മതി, 1 കപ്പ് റൈസിന് ഒരു ചെറിയ സവോള മതി. പിന്നെ 2 പച്ചമുളക്, 3-4 ചെറിയ ഉള്ളി, ഒരു മീഡിയം അല്ലെങ്കിൽ വലിയ കഷ്ണം ഇഞ്ചി, പിന്നെ പെരിഞ്ജീരകം 1 ടീസ്പൂൺ, ചെറിയ ജീരകം വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ, പെരിഞ്ജീരകം ഏതായാലും വേണം, ചെറിയ ജീരകം 1/4 ടീസ്പൂൺ ചേർക്കാം. പിന്നെ ഇപ്പം ചേർക്കുന്നത് ഷാജീരം എന്ന് പറഞ്ഞൊരു സംഭവമല്ലേ ബിരിയാണിക്കൊക്കെ ചേർക്കുന്നത്, അതാണ്, അതൊരു 1/2 ടീസ്പൂണോളം ചേർക്കാം. പിന്നെ മല്ലിയിലയും പുതിനയിലയും ഒരു ബഞ്ച് ഫുള്ളായിട്ട്, മല്ലിയില അങ്ങനെ തന്നെ ചേർക്കുകയാണ്. പുതിനയിലയുടെ തണ്ടില്ലാതെ ലീഫ് മാത്രമായിട്ട്, ഇല മാത്രമായിട്ടാണ് പുതിനയിലയുടെ ചേർക്കുന്നത്. ഓരോ ബഞ്ച് ഫുൾ എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ച് നല്ല ഒരു പേസ്റ്റ് ആക്കി, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരക്കണം, ഇല്ലെങ്കിൽ നന്നായിട്ട് അരഞ്ഞു വരത്തില്ല. നല്ലൊരു പേസ്റ്റ് ആക്കി എടുക്കണം. ഈ ഗ്രീൻ പേസ്റ്റ് വെച്ചിട്ട് ഞാൻ റൈസും ഉണ്ടാക്കുന്നുണ്ട്, ഒരു 300 ഗ്രാം ചിക്കൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ്, ഈ കൺസിസ്റ്റൻസിലാണ് ഗ്രീൻ പേസ്റ്റ്. ഇനിയും 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒരു പാനിൽ ഒഴിച്ചിട്ട് സവോള ഒന്ന് ചെറുതായിട്ടൊരു 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അധികം മൂക്കൊന്നും വേണ്ട. അതിലോട്ട് തന്നെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ബ്രൊക്കോളി ഫ്ലോററ്റ് ചെയ്ത് അതും ഒരു 1-2 മിനിറ്റ് ഒന്ന് ചെറുതായിട്ട് ആ ഒരു പച്ച ഇത് മാറുന്നതായിട്ട് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഈ അരച്ച് വെച്ചിരുന്ന ഗ്രീൻ പേസ്റ്റ് ചേർക്കും. ആ പേസ്റ്റിൻ്റെ ഹാഫിൽ കൂടുതൽ ചേർക്കുന്നുണ്ട്, 3/4 ഞാൻ ചേർക്കുന്നുണ്ട്. ബാക്കി ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുകയാണ്. അത് നന്നായിട്ടൊന്നൊരു, നമ്മൾ ഇഞ്ചി മറ്റേ വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു പച്ച റോ ടേസ്റ്റ് പോകാനായിട്ട് ഒരു 4-5 മിനിറ്റ്സ് ഒന്ന് വഴറ്റിയെടുക്കണം, ഒരു പച്ചമണം പോകാനായിട്ട്. പിന്നെ ഇതിലോട്ട് വേവിച്ച് വെച്ചിരുന്ന ബസ്മതി റൈസ്. ഇത്രേ ഉള്ളൂ, നല്ല ഈസിയാണ്. പക്ഷേ ഇതിന് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ, നല്ല ഫ്ലേവറും നല്ല മണമാണ്. പിന്നെ ഞാനിത് ഇളക്കാൻ നേരത്ത് ഞാൻ എപ്പോഴും പറയുന്നത്
പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഒക്കെ ഇട്ടാണല്ലോ ഈ ബസ്മതി റൈസ് വേവിച്ച്. അതിൻ്റെ ഫ്ലേവർ കംപ്ലീറ്റ് ആയിട്ട് ആ റൈസിലോട്ട് ഇറങ്ങിയിട്ടുണ്ടാവും. പിന്നെ അത് അവിടെ കിടക്കുമ്പം നമുക്ക് കഴിക്കാൻ നേരത്തൊരു സുഖം ഉണ്ടാവത്തില്ല, കടിക്കാൻ കിട്ടുന്നത്. അപ്പം ഞാനതെല്ലാം എടുത്തങ്ങ് ഇങ്ങനെ മാറ്റും, അല്ലെങ്കിൽ രസം ഉണ്ടാവില്ലല്ലോ. അപ്പം അതെല്ലാം അങ്ങ് കിട്ടുന്നത് എടുത്ത് മാറ്റാൻ ശ്രമിക്കുകയാണ്. ജാതിപത്രി, ഗ്രാമ്പൂ വെറുതെ അവിടെ കിടക്കുകയില്ല, അതിന്റെ ഫ്ലേവർ ഓൾറെഡി ആ റൈസിലുണ്ടാവും. ഇത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റൈസാണ് കേട്ടോ. ആ ഒരു നല്ല ഫ്ലേവർഫുൾ ആയിട്ട് ഒരു ബിരിയാണിയുടെ ഒരു വേറൊരു ടേസ്റ്റ്. ഈ കൊറിയാൻഡർ ലീവ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും സ്കിൻ ഹെൽത്ത്, ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ നല്ലൊരു സംഭവമാണ് ഈ കൊറിയാൻഡർ ലീവ്സ്. അതേപോലെ തന്നെ ഈ മിന്റ് ലീവ്സ് അതിന്റെ ടേസ്റ്റും നല്ലതാണ്, പിന്നെ നമ്മുടെ ഡൈജസ്റ്റീവ് ഹെൽത്തിനും റെസ്പിറേറ്ററി ഹെൽത്തിനും പിന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ ഭയങ്കര നല്ലതാണ്. പിന്നെ ഈ ബ്രൊക്കോളി ആണെങ്കിൽ സംഭവം ഭയങ്കര കോസ്റ്റ്ലി ആണെങ്കിലും അതിനകത്ത് ഒത്തിരി വൈറ്റമിൻ്റെ ഒരു മെയിൻ സോഴ്സ് ആണ് ഈ ബ്രൊക്കോളി എന്ന് പറയുന്നത്. അത് നല്ല ഗുണമുള്ളൊരു സാധനമാണ്, നമുക്കെല്ലാം അറിയാം. ഒത്തിരി കോസ്റ്റ്ലി ആയതുകൊണ്ട് എല്ലാവരും എപ്പോഴും മേടിക്കാറില്ല. ഞാനും അങ്ങനെ കോസ്റ്റ്ലി ആയതുകൊണ്ടല്ല, എനിക്ക് മടിയാണ് ഇതൊക്കെ കട്ട് ചെയ്യാനും. മടി പ്രമാണിച്ചാണ് ഞാനത് മേടിക്കാത്തത്. പക്ഷെ പറ്റുമ്പോഴൊക്കെ ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കും. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതിന് ടേസ്റ്റും അങ്ങനെ വലിയൊരു ഇഷ്ടമായിരിക്കത്തില്ല ആർക്കും. പിന്നെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ടേസ്റ്റ് ചെയ്യാം, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നത്. ലഞ്ച് ബോക്സിനും കൊടുത്തുവിടാൻ നല്ലൊരു സംഭവമല്ലേ. ഇനി ഞാൻ പറഞ്ഞല്ലേ ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഒരു ചിക്കൻ ഞാൻ ഗ്രില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഒരു 5-6 കാഷ്യൂ ഞാൻ കുതിരാനിട്ടിട്ടുണ്ടായിരുന്നു. ആ കാഷ്യൂ ഒരു 2 ടേബിൾ സ്പൂൺ തൈര് വെച്ചിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ്. നല്ല അരച്ച് പേസ്റ്റ് ആക്കി വെക്കണം. ഒരു 300 ഗ്രാം ചിക്കൻ ക്യൂബ്സ് ആയിട്ട് മേടിച്ചാണ് കേട്ടോ. ഞാൻ ഫ്രഷ് ടു ഹോമിൽ നിന്ന് തന്നെ അങ്ങനെ ഓർഡർ ചെയ്തതാണ്. അപ്പം ആ അരച്ച് വെച്ച കാഷ്യൂ പേസ്റ്റാണ്, തൈര് ചേർത്ത് അരച്ച് വെച്ച് കാഷ്യൂ പേസ്റ്റ് ചിക്കനിലോട്ട് ഇട്ടു. പിന്നെ ഒരു ടേബിൾ സ്പൂൺ തൈരും കൂടെ അതിൻ്റെ കൂടെ ഒഴിച്ചു. പിന്നെ അരച്ച് വെച്ചിരുന്ന പേസ്റ്റ്, നമ്മുടെ മിൻറ്റ് കൊറിയാൻഡർ പേസ്റ്റ് ഇല്ലേ, അതിനകത്ത് തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പെരിഞ്ചീരകം, ഷാജീരകം ആ സംഭവമൊക്കെ ഉണ്ടല്ലോ. അപ്പം വേറെ ഒന്നും ചേർക്കുന്നില്ല. ഇനിയും ഉപ്പ് ചേർക്കണം. അപ്പം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് അത് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചു. അപ്പോൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി കഴിക്കാൻ നേരത്തെ അങ്ങ് ഗ്രില്ല് ചെയ്തെടുത്താൽ മതി. പിന്നെ ഞാൻ കിച്ചൺ ക്ലീനിങ് കുറേ പേര് ചോദിച്ചു. ഞാൻ മറ്റേ പാരപ്പറ്റ് ക്ലീൻ ചെയ്യുന്നുണ്ട്, എന്ത് ലിക്വിഡാണെന്ന്. അപ്പം ഇപ്പം ഈ സംഭവമൊക്കെ ഈ മൾട്ടി വുഡ് ഇതൊക്കെ ക്ലീൻ ചെയ്യുന്നത് കോളിൻ എന്ന് പറഞ്ഞിട്ടൊരു ഗ്ലാസ് ക്ലീനിങ് ലിക്വിഡാണ് കേട്ടോ. അപ്പോൾ ഈ വുഡൊക്കെ അത് വെച്ചിട്ടേ ക്ലീൻ ചെയ്യാവുള്ളൂ, ഇല്ലെങ്കിൽ അത് ചീത്തയായി പോകും. ഇത് കോളിൻ എന്ന് പറഞ്ഞിട്ട് ആമസോണിൽ നിന്ന് മേടിക്കുന്നതാണ്. പിന്നെ കിച്ചൺ പാരപ്പറ്റ് ഞാനൊരു ഹോം മെയ്ഡ് ലിക്വിഡ്, അത് ഞാൻ ഡെറ്റോള് പ്ലസ് പുൽത്തൈലം, വെള്ളം, ഇത് 3 സംഭവം കൂടെ ഞാൻ തന്നെ മിക്സ് ചെയ്ത് വെക്കുന്ന ഒരു വെള്ളമാണ്. അപ്പം ഡെറ്റോളിൻ്റെ ഒരു നമ്മുടെ ക്ലീനും ആവും, പുൽത്തേലത്തിൻ്റെ മണവും ഉണ്ടാവും. അത് ഒരു പാലൊഴിക്കും, ബാക്കി വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഉണ്ടാക്കി വെക്കുന്നതാണ് മറ്റേ പാരപ്പറ്റ് ക്ലീൻ ചെയ്യുന്ന ലിക്വിഡ്. അത് വെച്ചിട്ട് ഈ തടി ക്ലീൻ ചെയ്യാറില്ല കേട്ടോ. തടി കോളിൽ വെച്ചിട്ട് മാത്രമാണ് ക്ലീൻ ചെയ്യുന്നത്. 2-2 മറ്റേ ഗ്യാസ് ഇരിക്കുന്ന ഗ്യാസ് സ്റ്റോപ്പൊക്കെ മറ്റേ ഞാൻ ഉണ്ടാക്കിയ ലിക്വിഡ് വെച്ചിട്ടുണ്ട്. അതാണ് തോന്നുന്നു എല്ലാവരും ചോദിച്ചത്. അപ്പം അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് പുള്ളിയുടെ ഇടയ്ക്ക് വന്ന് ചോദിച്ചത് എന്താ എല്ലാം പച്ച കളറിലെന്ന്. പിന്നെ ഇത് മൊത്തം പച്ച മയ്യാന്ന് പറഞ്ഞു. ഇനി പോഷാഹാരം കിട്ടിയില്ലെന്ന് പറയുന്നത്. പുള്ളിയുടെ വന്ന് നോക്കിയപ്പോൾ റൈസ് പച്ച കളർ. അടുത്ത ഞാൻ ചിക്കൻ ഇതേപോലെ സ്ക്യൂറിൽ കുത്തി വെക്കുന്നതും പച്ച നിറത്തിയിരിക്കുന്നു. അതിന് ഞാൻ 4 സ്ക്യൂറിലായിട്ട് ഇങ്ങനെ കുത്തി വെച്ചു. ഇത് വേണമെങ്കിൽ മറ്റേ പാനിലും ചെയ്യാം കേട്ടോ. നമ്മുടെ നോർമൽ സ്റ്റൗവിൽ ഇച്ചിരി എണ്ണ ഒഴിച്ച് ചെയ്താൽ മതി. ഇരുളേ വന്നു. ഞാൻ ഒരു ഇച്ചിരി നേരം അങ്ങോട്ട് മാറി വന്നപ്പോഴത്തേക്കും ഒരു 2 മിനിറ്റ് എക്സ്ട്രാ കൂടി പോയിട്ട് പേപ്പറെല്ലാം കൂടെ ബ്രൗൺ ആയിപ്പോയി. എന്നോട് ചോദിക്കുക ഇതെന്താ ചാർക്കോളാണോ? എനിക്ക് എന്ത് പറയണമെന്ന് പറഞ്ഞൊരു ദേഷ്യം വന്നു ആദ്യം. ഇത് നോക്കിയപ്പോൾ ചിക്കൻ ഭാഗ്യത്തിന് കരിഞ്ഞില്ല. പേപ്പറിന്റെ കളർ കണ്ടപ്പോൾ എല്ലാം കൂടെ ബ്രൗൺ ആയിപ്പോയി. 2 മിനിറ്റ് വൈകിയപ്പോഴത്തേക്ക് പേപ്പറെല്ലാം കൂടെ ബ്രൗൺ ആയിപ്പോയി. ചിക്കൻ സൂപ്പറായിട്ട് വന്ന് കഴിച്ചപ്പോൾ പുള്ളിയുടെ പറഞ്ഞു നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടാൽ മതിയല്ലോ നമുക്ക്. ടേസ്റ്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഹാപ്പി. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.